Welcome to Lakshmi's vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിലാട്ടമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു അടിപൊളി ഫോട്ടോ ട്രാൻസ്ഫറിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ട്രാൻസ്ഫറിങ്ങിൻ്റെ ചുറ്റുമൊക്കെ നമ്മൾ ക്ലേ കൊണ്ടാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലേ ഒന്നും യൂസ് ചെയ്യാം, അതൊരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഫെവിക്കോളാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ് വില വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ബോർഡർ കൊടുക്കാനായിട്ട് കുറച്ച് ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെയിൻറ്റ് ട്രേ ആണ്, പെയിൻറ്റ് ഒഴിക്കാനായിട്ടുള്ള അത് ഞാൻ യൂസ് ചെയ്യും എപ്പോഴും ഇത്. പിന്നെ നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. പിന്നെ നമുക്ക് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സ് വേണം. അപ്പോൾ ഇതിൽ 10 ഷെയ്ഡ്സാണുള്ളത്. കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. ഇതിന് 200 രൂപയാണ് വില വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ ക്ലേ ഒക്കെ വെച്ചിട്ടല്ലേ സാധാരണ ഫോട്ടോ ട്രാൻസ്ഫറിങ്ങിൻ്റെ ചുറ്റും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലേ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണിത്. നമ്മുടെ പിസ്താഷെല്ലാണിത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിസേഴ്സാണ്. സിസേഴ്സ് വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫോട്ടോ ട്രാൻസ്ഫറിങ്ങിനായിട്ടുള്ള പിക്ചറാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ബോട്ടിലിന്മേൽ വെക്കാനായിട്ടൊരു പേപ്പർ വേണം. ഇത് യൂസൊന്നും ചെയ്യില്ല, നമ്മുടെ തറയൊന്നും പെയിൻ്റ് ആവാതിരിക്കാനായിട്ടാണ് ഞാനിത് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലിൽ ഞാൻ ആദ്യമേ വൈറ്റ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കയ്യിലൊക്കെ ഇതിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് കോട്ട് അടിച്ച് നേരത്തെ വെച്ചിട്ടുള്ള ബോട്ടിലാണ്. കാരണം നമ്മൾ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ വൈറ്റ് കോട്ട് അടിച്ച് വെച്ചു. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബോട്ടിലെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. പിന്നെ നമ്മുടെ പിക്ചർ എടുക്കാം. ഇതെൻ്റെ ചേച്ചിയുടെ പടമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നിങ്ങളൊന്ന് പൊസിഷൻ നോക്കണം, ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കണം. എന്നിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ആദ്യം, എന്നിട്ടൊരു പൊസിഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല, ഞാൻ ഫെവിക്കോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ ഇവിടെ തൂക്കാം. നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെക്കാം. പിന്നെ നിങ്ങൾ ബോട്ടിൽ എടുക്കുമ്പോൾ കുറച്ച് ഫ്ലാറ്റ് ടൈപ്പ് ബോട്ടിൽ, ഇതുപോലത്തെ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ പിക്ചർ വലുതാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തത്, ഈ ഒരു ബോട്ടിലാണ്. ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഫോട്ടോ ട്രാൻസ്ഫറിങ്ങിനൊക്കെ പറ്റിയ ബോട്ടിൽ. പിന്നെ നമുക്ക് ഇതെടുത്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പിക്ചർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ ഒട്ടി. അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ത്രെഡ് കണ്ടോ, ഈ ഒരു ത്രെഡ് നമുക്ക് ബോർഡർ ചുറ്റി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതേ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള നൂലൊക്കെ എടുക്കുക. എൻ്റെ കയ്യിൽ കട്ടിയുള്ള ഒന്നുമില്ല, ഇങ്ങനത്തെ ടൈപ്പ് നൂലൊക്കെ ഉള്ളൂ.
പിന്നെ നമുക്ക് ചെയ്യാം ബോർഡർ. അപ്പം ഞാനിവിടെ ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നൂലിങ്ങനെ എടുത്തിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല തിക്ക് ലെവലായിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം ഞാനിന്ന് കാണിച്ചു തരാം. അത് ഫെവിക്കോള് നമുക്കൊന്ന് ഫെവിക്കോള് വെക്കാം. ഫെവിക്കോൾ ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മൾ ഫെവിക്കോള് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മടക്കിയുള്ള ഒരു നൂല് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല വൃത്തിക്കൊക്കെ ഒട്ടിക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒക്കും. നമുക്ക് ഒട്ടിക്കാം. ബോർഡർ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ബോർഡർ നമ്മൾ വെക്കുന്നത്. നമുക്കൊന്ന് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളിതേ ത്രെഡൊക്കെ ചുറ്റി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയ്ക്കും കൂടി നല്ല കണക്കൊന്നും ചുറ്റാൻ അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഇവിടെ എടുക്കാം. ഒരു കുപ്പി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഇവിടെ എടുക്കാം. ഇതിനകത്ത് ഉള്ള ഒരു പിസ്താ നമുക്ക് എടുക്കണം. പിന്നെ നമ്മൾ ഈ പിസ്താ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. നമ്മളൊരു പേപ്പറിൻ്റെ മേളിൽ ആദ്യം ഈ പിസ്താ എടുത്ത് വെക്കണം. നമ്മൾ ഒരുപാടൊന്നും നമുക്ക് വേണ്ട, കുറച്ച് മതി. ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞായിരിക്കും. പിസ്താ വെച്ച് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഏകദേശം ഇത്രയും ഇവിടെ എടുത്തു. ഇത്രയൊന്നും ഞാൻ പെയിൻ്റ് അടിക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് പെയിൻറ്റ് വേണം. പിന്നെ നമ്മുടെ സ്പോഞ്ച്, പെയിൻറ്റ് ട്രേ. അപ്പം നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഓരോന്ന് ആദ്യം ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് എടുക്കാം. അപ്പം ഞാനിവിടെ റെഡ് കളറ് ഇതിനടിക്കാം, പിങ്ക്. അപ്പോൾ പിങ്ക് കളർ നമുക്ക് അടിക്കാം. എൻ്റെ കൈ മൊത്തം പെയിൻ്റ് ആയിട്ടോ. അപ്പം നമ്മളിതേ പിങ്ക് കളർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് സെപ്പറേറ്റ് ബോട്ടിലിന് 20 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിങ്ക് കളർ എടുത്തിട്ട് ഇത് യൂസ് ചെയ്തില്ല കേട്ടോ, ഇത് പുതിയ പെയിൻ്റാണ്. നമ്മൾ സ്പോഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പിസ്താ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് പിസ്താ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക്, റെഡ്, ഓറഞ്ച് ആ ഒരു രീതിയിൽ ചെയ്തു. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അതൊരു ചെറിയൊരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മളൊരു പൂവിൻ്റെ ഷേപ്പ് ആദ്യം ഫെവിക്കോൾ വെച്ച് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ പിസ്താ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ഓരോ കളേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചാൽ മതി. ഞാൻ ആദ്യം ഓറഞ്ച് വെച്ചിട്ട് ആദ്യം ഒട്ടിക്കാം. പിങ്ക്, ഓറഞ്ച്, പിങ്ക്, പിന്നെ ഓറഞ്ച്, പിങ്ക്, ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ റെഡ്, അങ്ങനെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ കാണാൻ നല്ല ഒരു ക്യൂട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒട്ടിക്കാം. ഈ ഒരു ഭാഗം
നമ്മളിത് 3 ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ത്രെഡൊക്കെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇത് നല്ലൊരു സിമ്പിളായിട്ടും ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. നമുക്ക് ഒരു ചിലവും വേണ്ട. ആദ്യത്തെ പ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ പ്രൈസ്, പിന്നെ നമ്മുടെ പെയിൻറ്റിൻ്റെയും പിന്നെ ത്രെഡിൻ്റെയും അത് മാത്രം മതി പ്രൈസ്. പിന്നെ ഫോട്ടോ നിങ്ങൾക്ക് ഉണ്ടല്ലോ വീട്ടിലൊക്കെ ഫുൾ ഫോട്ടോ എടുത്താൽ മതി. പിന്നെ ഇത് നമ്മുടെ ക്ലേ അല്ല, നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ക്ലേ അല്ലെങ്കിൽ പിസ്താശയിലാണ്. ഇത് നമുക്ക് ഒരു പൈസ കൊടുക്കണ്ട. പിസ്ത കഴിച്ച് കഴിയുമ്പോൾ വലിച്ചെറിയുന്ന സാധനമാണിത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിടുവായിട്ടുള്ള ബോട്ടിലായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല അടിപൊളി സിമ്പിളായ ഒരു ബോട്ടിലായിട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത്രയും ഒക്കെ നമുക്ക് ചെയ്യാൻ ഇത് ഞാൻ ത്രെഡൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് മേളിൽ. അപ്പോൾ എനിക്ക് അധികം ഞാൻ ത്രെഡൊന്നും ചുറ്റിയിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ചുറ്റി കൊടുത്തു. എങ്ങനെയും ഞാൻ അങ്ങനെ ത്രെഡ് ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു ബീഡ് ഒട്ടിച്ച് കൊടുത്തു. എനിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ട ബോട്ടിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ബാക്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മെറ്റാലിക്കയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക, ഫ്ലവേഴ്സിനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് ബോട്ടിൽ വേറെ പെയിൻ്റൊക്കെ എടുക്കുന്നത് നല്ല രസമായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ഫ്ലവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 4 കളേഴ്സ് നല്ല ഭംഗിയുണ്ട്. ഇത് 3 ഇത് 4 അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ നിങ്ങൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇവരേക്കും വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാതെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ആണിത്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കറക്റ്റ് വ്യൂ ആണിത്. ഇനി ഇത് നേരെ വെച്ചിട്ടുള്ള വ്യൂ കാണിച്ചു തരാം.